ഇസ്രയേലും ഇറാനും തമ്മിലുള്ള സംഘർഷം രണ്ടാം ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ ഇറാന്റെ ആണവ അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമിടുന്ന ടെൽ അവീവിന്റെ ശ്രമത്തിനു നേരെ പങ്കുചേർന്നിരിക്കുകയാണ് അമേരിക്ക. ഇറാനിലെ 3 ആണവ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. തന്റെ സമൂഹ മാധ്യമമായ ട്രൂത്തിലൂടെയാണ് ട്രംപ് ഇക്കാര്യം പുറത്തുവിട്ടത്. ഇറാനിലെ തന്ത്രപ്രധാനമായ ഫോർഡോ, നതാൻസ്, ഇസ്ഫഹാൻ എന്നീ ആണവ കേന്ദ്രങ്ങളിലാണ് US ആക്രമണം നടത്തിയത്. ആണവ കേന്ദ്രങ്ങളിൽ ബോംബർ വിമാനങ്ങൾ ബോംബിട്ടെന്നും എല്ലാ വിമാനങ്ങളും ഇറാന്റെ വ്യോമമേഖലയിൽ നിന്ന് ആക്രമണം നടത്തി മടങ്ങിയെത്തിയെന്നുമാണ് ട്രംപ് വ്യക്തമാക്കിയത്. USനല്ലാതെ ലോകത്ത് ഒരു സൈന്യത്തിനും ഇത്തരത്തിലൊരു ദൗത്യം നടത്താനാകില്ല എന്നാണ് ട്രംപിന്റെ അവകാശവാദം. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ നടത്തിയ ആക്രമണം വൻ വിജയമായിരുന്നുവെന്നും US സൈന്യത്തിന്റെ സുപ്രധാന നേട്ടമായാണ് ഇതിനെ കാണുന്നത്. ആണവായുധം ഉണ്ടാക്കുവാനുള്ള ഇറാന്റെ ശേഷി തകർക്കുകയായിരുന്നു തങ്ങളുടെ ലക്ഷ്യം. അതുവഴി ലോകത്തെ തീവ്രവാദത്തിന്റെ ഏറ്റവും വലിയ സ്പോൺസറായ ഇറാന്റെ ആണവ ഭീഷണി അവസാനിപ്പിക്കാനായിരുന്നു നടപടി. ദൗത്യം ഗംഭീര വിജയമെന്നായിരുന്നു ട്രംപിന്റെ പക്ഷം. A short time ago, the U.S. military carried out massive precision strikes on the 3 key nuclear facilities in the Iranian regime: Fordo, Natanz, and Esfahan. Everybody heard those names for years as they built this horribly destructive enterprise. Our objective was the destruction of Iran's nuclear enrichment capacity and a stop to the nuclear threat posed by the world's #1 state sponsor of terror. Tonight I can report to the world that the strikes were a spectacular military success. Iran's key nuclear enrichment facilities have been completely and totally obliterated. ഇനി ലക്ഷ്യസ്ഥാനങ്ങൾ ബാക്കിയാണ്. ഏറെ വെല്ലുവിളി നേരിട്ട ദൗത്യമാണ് നടത്തിയതെന്നും സമാധാനമുണ്ടാകുന്നില്ല എങ്കിൽ മറ്റു കേന്ദ്രങ്ങളും ലക്ഷ്യമിടുമെന്ന ഭീഷണിയും അദ്ദേഹം മുഴക്കുന്നുണ്ട്. ഇറാനെ ഭീകര രാഷ്ട്രമായി മുദ്രകുത്തി ട്രംപ് തീവ്രവാദം വളർത്തുന്ന 1-ാം നമ്പർ രാജ്യമാണെന്നും കുറ്റപ്പെടുത്തി. മധ്യപൂർവ്വ ദേശത്തിന്റെ ഭീഷണിയായ ഇറാൻ സമാധാനത്തിന് തയ്യാറാകണം. അവർ അത് ചെയ്തില്ലെങ്കിൽ ഭാവിയിലെ ആക്രമണങ്ങൾ ഇതിനേക്കാൾ വളരെ വലുതായിരിക്കും. 40 വർഷമായി ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും അന്ത്യമാണ് ഇറാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർ തങ്ങളുടെ ആളുകളെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. ആയുധങ്ങളും ബോംബുകളും പ്രയോഗിക്കുന്നു. അവരുടെ ജനറലായിരുന്ന ഹാസിം സുലൈമാനി നിരവധി പേരെ കൊന്നൊടുക്കി. വളരെ മുമ്പ് ഞാൻ തീരുമാനിച്ചിരുന്നതാണ്, ഇക്കാരണം സംഭവിക്കുമെങ്കിൽ, അതായത് യുദ്ധം സംഭവിക്കുമെങ്കിൽ ഇതിന് തിരിച്ചടി വളരെ ക്രൂരമായിരിക്കുമെന്നതും. എത്ര വിമാനങ്ങളാണ് ആക്രമണത്തിൽ പങ്കെടുത്തത് എന്നും നാശനഷ്ടങ്ങൾ എത്രത്തോളമാണ് എന്ന കാര്യവും US വ്യക്തമാക്കിയിട്ടില്ല. സംഘർഷം തുടങ്ങി 10-ാം നാളിലാണ് US നേരിട്ട് യുദ്ധത്തിൽ ഇടപെടുന്നത്. നേരത്തെ ആക്രമണത്തിൽ പങ്കുചേരുന്നത് സംബന്ധിച്ച് 2 ആഴ്ച സമയം വെച്ചിരുന്നതാണ്. പിന്നെ എന്തുകൊണ്ടാണ് പെട്ടെന്ന് ആക്രമണം നടത്താൻ പ്രേരിപ്പിച്ചത് എന്ന കാര്യം ട്രംപ് വ്യക്തമാക്കുന്നില്ല.